എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ടൈപ്പ് 2 പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നമ്മൾ മെറ്റ്ഫോർമിൻ. അപ്പോൾ മെറ്റ്ഫോർമിന് മേജറായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈ പറഞ്ഞ മാതിരി വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. എന്തൊക്കെയാണ്? നെഞ്ചരിച്ചിൽ, പുളിച്ചത് കെട്ടൽ, വയറിൽ ഗ്യാസ് കയറുന്ന ഫീലിംഗ് ഒക്കെയാണ് മെറ്റ്ഫോർമിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ്. പിന്നെ റെയറായിട്ട് ചിലപ്പോൾ നമുക്ക് മെറ്റ്ഫോർമിൻ കഴിക്കുന്നവരിൽ വൈറ്റമിൻ B12 കുറഞ്ഞു പോകാം. അപ്പോൾ അതുമൂലം രക്തക്കുറവത, അനീമിയ വരാം. അതുകൊണ്ട് ദീർഘകാലമായിട്ട് മെറ്റ്ഫോർമിൻ കഴിക്കുന്ന വ്യക്തിയാണെന്നെങ്കിൽ ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് വർഷത്തിലൊരിക്കൽ നോക്കുന്നുണ്ട്, തെറ്റില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൾഫനിലൂറിയാസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലിമിപ്രൈഡ്, പല ഡോസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഗ്ലിക്ലസൈഡ്, ഗ്ലിപ്പിസൈഡ്, പിന്നെ പഴയ കാലത്ത് ഗ്ലിബൻക്ലമൈഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം രാസനാമങ്ങളാണ് കേട്ടോ, കാരണം പല പല ട്രീറ്റ് നെയിമുകളിൽ അവൈലബിൾ ആണിത്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി മെഡിസിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തത്തിലെ ഇൻസുലിനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് രക്തത്തിലെ ഷുഗറിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ലോ ഷുഗർ അഥവാ ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക് കൂടുതലുള്ള മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോസുകളും ഭക്ഷണ ക്രമീകരണം വല്ല കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ലോ ഷുഗർ വരുന്നത് ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ട് ഡോക്ടറുമായിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പയോഗ്ലിറ്റസോൺ. അപ്പോൾ പയോഗ്ലിറ്റസോൺ വളരെ നല്ലൊരു മരുന്നാണ്. നമ്മുടെ ടൈപ്പ് 2 പ്രമേഹത്തിന് അടിസ്ഥാന പ്രശ്നമായി ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന മേജർ ആയിട്ടുള്ളൊരു മരുന്നും കൂടിയാണ്. അപ്പോൾ പയോഗ്ലിറ്റസോണിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ വരാം. അപ്പോൾ നമ്മൾ ടൈപ്പ് 2 പ്രമേഹത്തിൽ എന്താണ്, വെയിറ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇത് സൂട്ടബിൾ ആവില്ല. പക്ഷേ നിങ്ങളുടെ വെയിറ്റ് നോർമൽ വെയിറ്റ്, അധികം വെയിറ്റ് ഇല്ലാത്തവർക്കും പ്രമേഹം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി ഉള്ളവർക്ക് തീർച്ചയായിട്ടും പയോഗ്ലിറ്റസോൺ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നീരും വെയിറ്റ് ഗെയിനും ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്കും നമ്മൾ പയോഗ്ലിറ്റസോൺ കൊടുക്കാറില്ല. പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ DPP-4 ഇൻഹിബിറ്റേഴ്സ്, സിറ്റാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ, ലീനാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന രാസനാമത്തിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഉള്ള കാറ്റഗറീസിൽ ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ലോ ഷുഗറിൻ്റെ റിസ്ക് വളരെ കുറവുള്ളൊരു മരുന്നും കൂടിയാണ് ഈ DPP-4 ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീനിയർ സിറ്റിസൺസിലൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. പിന്നെ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാത്രം ചിലർക്ക് ഈ മരുന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു തലവേദന, സൈനസൈറ്റിസ് പോലൊരു തൊണ്ടവേദനയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. വളരെ വിരളമാണ്. പിന്നെ ഏറ്റവും വിരളമായിട്ട് നോക്കാനുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ചിലപ്പോൾ സ്കിൻ റാഷസ് വരാം. അപ്പം അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള മരുന്നുകളുടെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. വീഡിയോ മറക്കാതെ ഷെയർ ചെയ്തേക്കണേ. നന്ദി, നമസ്കാരം.